ഈ വീഡിയോയിൽ നമ്മൾ പേയേഴ്സ് ഓഫ് ഇക്വേഷന്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees ഇൻ 2 സ്കീം വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ് 7% ആൻഡ് 6%. ഇവിടെ ഒരു പേഴ്സൺ 1 ലക്ഷം രൂപ 2 സ്കീമിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കാണ്, അഥവാ ഡെപ്പോസിറ്റ് ചെയ്തേക്കാണ്. ഇതിൽ ആദ്യത്തെ സ്കീമിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7%, രണ്ടാമത്തെ സ്കീമിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6%. After 1 year, they got 6,750 rupees as interest from both these together. ഈ രണ്ട് സ്കീമിൽ നിന്നായിട്ട് അദ്ദേഹത്തിന് ഒരു വർഷത്തിന് ശേഷം 6,750 രൂപ പലിശ കിട്ടി. ഹൗ മച്ച് ഡിഡ് ദേ ഇൻവെസ്റ്റ് ഇൻ ഈച്ച് സ്കീം? അപ്പോൾ ഓരോ സ്കീമിലും അയാൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അല്ലെങ്കിൽ റുപ്പീസ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ടോട്ടലി ഇവിടെ 2 സ്കീമുണ്ട്. 2 സ്കീമിലുമായിട്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത പൈസ 1 ലക്ഷം രൂപയാണ്. ഓരോ സ്കീമിലും എത്ര അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു അഥവാ ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇവിടെ 2 സ്കീമിലായിട്ട് അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്ത പൈസ എത്രയാണ്? 1 ലക്ഷം രൂപ. ഇനി നമുക്കറിയാം ഫസ്റ്റ് സ്കീമുണ്ട്, 2 സ്കീമിലായിട്ടാണ് അദ്ദേഹം ഈ പൈസ ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് സ്കീമിൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്തു, സെക്കൻഡ് സ്കീമിൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്തു എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്കീമിൽ അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്ത പൈസനെ നമുക്ക് എക്സ് ആക്കി എടുക്കാം. അപ്പോൾ രണ്ടാമത്തെ സ്കീമിൽ അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്ത പൈസ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഈ 1 lakhൽ നിന്ന് -x ചെയ്താൽ മതി. ഒരു സ്കീമിൽ എക്സ് ആണെങ്കിൽ അടുത്ത സ്കീം ടോട്ടൽ തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ -x ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് സ്കീമിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഒരു വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. പലിശ ഒരു വർഷത്തിന് ശേഷം ഈ 2 സ്കീമിൽ നിന്നായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ പലിശ എത്രയാണ്? 6,750 രൂപ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവ കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. എന്താണ് ആ ഫോർമുല? I = P × N × R / 100. അപ്പോൾ ഓരോ സ്കീമിലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? ഒന്നിൻ്റെ 7%, രണ്ടാമത്തെ സ്കീമിൻ്റെ 6%. അപ്പോൾ പി തന്നിട്ടുണ്ട്. പി എന്ന് പറഞ്ഞത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്ത പൈസ. നമുക്കറിയില്ല, നമ്മൾ എക്സ് ആക്കി എടുത്തു. രണ്ടാമത്തെ സ്കീമിൽ 1 lakh -x ആക്കി എടുത്തു, അതിന് പി. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷം ഇവിടെ വന്നു, ഒരു വർഷത്തിന് ശേഷം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 2 സ്കീമിൻ്റെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. /100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. അതായത് ഇവിടെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 സ്കീമിലത്തെ കാര്യങ്ങളും ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. I = ഫസ്റ്റ് സ്കീമും 2 സ്കീമും കൂടി കൂട്ടുന്നതാണ് നമുക്ക് പലിശ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ട് നമ്മളിത് ചെയ്യേണ്ടി വരും. പി എന്ന് പറയുന്നത് ആദ്യത്തെ പി എന്ന് പറയുന്നത് എക്സ് ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 1 ആണ്. ഇൻറ്റു എത്രയാണ്? 7. ആദ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7 ആണ്. 7/100 പ്ലസ്. ഇനി രണ്ടാമത്തെ എന്താണ്? 1 lakh -x. ഇതാണല്ലോ രണ്ടാമത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഇൻറ്റു 1 × 6/100, 6/100. അപ്പോൾ അത് കഴിഞ്ഞു. = 6,750, 6,750 രൂപ. 2 സ്കീമിൽ നിന്നായതുകൊണ്ട് പ്ലസ് ഇട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി നമ്മളിതിന് ഇക്വേറ്റ് ചെയ്യാം. 7 × 1 × x 7x / 100 പ്ലസ് ഇത് ഓരോന്നും ബ്രാക്കറ്റിലായതുകൊണ്ട് 6 കൊണ്ട് ഓരോന്നിനും ചെയ്യേണ്ടി വരും. 6 × 1 lakh 6 lakh മൈനസ് 6 × x 6x / 100 = 6,750. ഇനി ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്കറിയാം ന്യൂമറേറ്റർ നമുക്ക് എല്ലാം കൂടി പ്ലസ് ചെയ്തിട്ട് ആ ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുത്താൽ മതി. അതായത് 7x + 6 lakh -6x whole divided by 100. കണ്ട, ന്യൂമറേറ്റർ മൊത്തം കൂട്ടിയിട്ട് whole divided by denominator = 6,750. ഇനി 7x - 6x എത്രയാണ്? x + 6 lakh = ഈ 100നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 6,750 × 100 എന്ന് വരും. അപ്പോൾ x + 6 lakh = 6,75,000
6,75,000. എക്സിന് ഇവിടെ നിർത്തിയിട്ട് ഈ 6 ലാഖിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. 6,75,000 മൈനസ് ഈ പ്ലസിന് ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. 6 ലാഖ് സീക്വൽ ടു എക്സ് എന്ന് പറയുന്നത് 75,000 ആണ് കിട്ടി. കണ്ട, എക്സ് നമുക്ക് കണ്ടുപിടിച്ചു 75,000 ആണ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ I = P × N × R/100 ഇക്വേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ നമുക്ക് എക്സ് കിട്ടി. എക്സ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്കീം അല്ലേ, ഫസ്റ്റ് സ്കീമിനെയാണ് ഇവിടെ എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സ്കീമിൻ്റെ പൈസ. അപ്പോൾ ആദ്യത്തെ സ്കീമിൽ അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്തത് 75,000 രൂപയാണെങ്കിൽ സെക്കൻഡ് സ്കീം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സെക്കൻഡ് സ്കീം നമ്മൾ എങ്ങനെയായിട്ട് എടുത്തേക്കുന്നത്? 1 lakh മൈനസ് എക്സ് അല്ലേ, 1 lakh മൈനസ് എക്സ് ആക്കിയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് സെക്കൻഡ് സ്കീം. അപ്പോൾ 1 lakhനെ മൈനസ് ഈ 75,000 ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 25,000. കണ്ട, സെക്കൻഡ് സ്കീമിൽ ഫസ്റ്റ് സ്കീമിൽ അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്ത പൈസ 75,000ഉം സെക്കൻഡ് സ്കീമിൽ അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്തത് 25,000 രൂപയുമാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കി. An object start with a speed of u meter per second and travels along a straight line. ഇവിടെ ഒരു ഒബ്ജക്റ്റ് u meter per second എന്ന് പറഞ്ഞ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് a meter per second every second, അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ഓരോ സെക്കൻഡിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് റേറ്റിലാണ് ആ സ്പീഡ് വർദ്ധിക്കുന്നത്? a meter per second എന്ന റേറ്റിലാണ് ഓരോ സെക്കൻഡിലും ഈ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത്. ദ സ്പീഡ് അറ്റ് ടൈം t സെക്കൻഡ് ഈസ് u + at. അതായത് ടൈം t എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിൽ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് u + at. അതായത് സ്പീഡിൻ്റെ ഫോർമുലയാണ് s = u + at. ദ സ്പീഡ് അറ്റ് 1 സെക്കൻഡ്, ഒരു സെക്കൻഡിൽ ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 5 meter per second ആണ്. അതുപോലെ തന്നെ 5 സെക്കൻഡിൽ ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എത്രയാണ്? 13 meter per second ആണ്. അങ്ങനെയെങ്കിൽ ആ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്, അതായത് a meter per second എന്ന് പറയില്ലേ, അതായത് a കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വാട്ട് വാസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ്, സ്റ്റാർട്ടിംഗ് സ്പീഡ് ഇവിടെ uവും കണ്ടുപിടിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഒരു സെക്കൻഡിലെ സ്പീഡ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 5 meter per second. ഒരു സെക്കൻഡിൽ 5 സെക്കൻഡിൽ എത്ര സ്പീഡാണ് തന്നിട്ടുണ്ട്? 13 meter per second. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കേണ്ടത്. നമുക്കിവിടെ സ്പീഡിൻ്റെ ഇക്വേഷൻ ഓൾറെഡി അറിയാം. s = u + at. ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഇക്വേഷൻ്റെ ഫോർമുല. അപ്പോൾ ഒരു സെക്കൻഡിൽ നമുക്ക് നോക്കാം. u + ഒരു സെക്കൻഡിൽ ടിക്ക് 1 കൊടുക്കുക. a × 1 = u + a. ഒരു സെക്കൻഡിലുള്ള സ്പീഡാണ് u + a. ഇനി 5 സെക്കൻഡിലുള്ള സ്പീഡ് s = u + a × 5, അതായത് u + 5a. കണ്ട, അപ്പോൾ ഒരു സെക്കൻഡിൽ u + a ആണെങ്കിൽ 5 സെക്കൻഡിൽ u + 5a. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാനുള്ള രണ്ട് ഫോർമുല അതിൽ നിന്നായി. ഒരു സെക്കൻഡിൽ u + a = എത്രയാണ്? 5. സ്പീഡ് എന്ന് പറഞ്ഞത് 5 ആണ്. അതാണ് ഇക്വേഷൻ നമ്പർ 1. ഇനി u + 5a എന്ന് പറഞ്ഞത് 13 ആണ് അല്ലേ? അത് ഇക്വേഷൻ നമ്പർ 2. കണ്ട, ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ക്വസ്റ്റിനിൽ നിന്ന് തന്നെ ഇക്വേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടും. അത് വെച്ചിട്ട് വേണം നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കാൻ. അതുണ്ടാക്കിയിട്ട് നമ്മൾ ഇതിനെന്ത് ചെയ്യും? ഒരു വേരിയബിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു u അല്ലെങ്കിൽ a വെട്ടിപ്പോണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരു വേരിയബിൾ കണ്ടുപിടിച്ചിട്ട് അടുത്തത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ യുവിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആയതുകൊണ്ട് ഇക്വേഷൻ 2 - 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. അതായത് u + 5a = 13 മൈനസ് u + a = 5. മൈനസ് ചെയ്യുമ്പോൾ എല്ലാം മൈനസായിട്ടും പോകും, അറിയാലോ, ചിഹ്നം മൊത്തം മാറും. ഇവിടെ മൈനസായി, പിന്നെ ഇവിടെ മൈനസായി, ഇവിടെ മൈനസായി. അപ്പോൾ 13 - 5 എത്ര കിട്ടി? 13 - 5 = 8. ഇവിടെ 4a, അതായത് ഒരു പ്ലസും ഒരു മൈനസും വന്നു കഴിഞ്ഞാൽ മൈനസ് ചെയ്തിട്ട് ഒരു ഇതിൻ്റെ സൈൻ. അപ്പോൾ a എന്ന് പറഞ്ഞത് നമുക്ക് 8/4, അതായത് 2 എന്ന് ആൻസർ കിട്ടി. അതായത് a എന്ന് പറഞ്ഞത് 2 meter per second ആണ് ആൻസർ കിട്ടി. ഇവിടെ നോക്കി, മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾ മൈനസിൻ്റെ ചിഹ്നം
എല്ലാത്തിനും മാറ്റണം. അതായത് യു പ്ലസ് ആണെങ്കിൽ അവിടെ മൈനസ് ആക്കണം, എ മൈനസ് ആക്കണം, 5 മൈനസ് ആക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യാട്ടോ. അതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സൈൻ മാറ്റാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, മൈനസ് വരണമെങ്കിൽ സൈൻ മാറ്റാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം തെറ്റും. അപ്പോൾ എല്ലാത്തിനും സൈൻ അവിടെ മാറ്റിക്കൊള്ളണം. ഇവിടെ എ എന്ന് പറഞ്ഞത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കിട്ടി. അപ്പോൾ ഇക്വേഷൻ 1 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു എത്രയെന്ന് കിട്ടും. അപ്പോൾ എ 2 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. അതായത് യു പ്ലസ് എ ഈസ് ഈക്വൽ ടു 5. അതായത് ഇക്വേഷൻ നമ്പർ 1 ആണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ യു പ്ലസ് 2 ഈസ് ഈക്വൽ ടു 5. യു ഈസ് ഈക്വൽ ടു 5 മൈനസ് 2 ഈസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. മൈനസ് തെറ്റാണ്ട് ചെയ്യുക, എ കണ്ടുപിടിക്കുക. എ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വാല്യൂ ആയ യു കിട്ടി. അപ്പോൾ ആദ്യത്തെ റേറ്റ് എന്ന് പറഞ്ഞത് 2 മീറ്റർ പെർ സെക്കൻഡും സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞത് 3 മീറ്റർ പെർ സെക്കൻഡുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.